5 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഈ പഞ്ചായത്തിന്റെ ഭൂപ്രദേശം എന്ന് പറയുന്നത് വളരെ വിസ്തൃതമാണ്. ആനപ്പാറ ദേവഗിരി മുതൽ അങ്ങനെ അങ്കമാലിയോടടുത്ത് മുല്ലശ്ശേരി വരെ നീണ്ടു നിൽക്കുന്ന കിലോമീറ്ററുകളോളം ദൂരമുള്ള പ്രദേശമാണ്. ഇവിടെ പഞ്ചായത്തിന് ആകെ ഒരു ആംബുലൻസ് ആണ് നമുക്കുണ്ടായിട്ടുള്ളത്. അത് പാലിയേറ്റീവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ്. മറ്റൊരു രോഗികളെ കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കായി ഒരു ആംബുലൻസ് ആവശ്യപ്പെട്ടാൽ പുറമേ നിന്നും പ്രൈവറ്റ് വ്യക്തികളിൽ നിന്നും നമ്മൾ വിളിച്ച് എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ സീലിയ വിന്നി മുൻകൈയെടുത്തുകൊണ്ട് ഒരു പുതിയ ആംബുലൻസ് ഇവിടെ 2021-22 വർഷത്തെ സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തുറവൂർ പഞ്ചായത്തിന് നൽകുകയുണ്ടായി. അത് ഒരു ഇടതുപക്ഷത്തിൻ്റെ മെമ്പറാണ് അത് അനുവദിച്ചത് എന്നുള്ളത് കൊണ്ട് മാത്രം ആ ആംബുലൻസ് 2 വർഷക്കാലം ഈ ആശുപത്രിയുടെ പുറത്ത് മഴയും വെയിലും കൊണ്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതുപോലെ പലരും പ്രതിഷേധിച്ചതിൻ്റെ ഭാഗമായി ഇപ്പോൾ അത് ഒരു ഷെഡിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. ആ ആംബുലൻസ് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഒരു 10 വർഷക്കാലത്തെ പഴക്കം ഇന്ന് ആ ആംബുലൻസിന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അത് ചെളിയും പിടിച്ച് പൊടിയും പിടിച്ച് അതിൻ്റെ ഇപ്പോൾ അത് പ്രവർത്തിക്കുമോ എന്ന് തന്നെ സംശയമാണ്. അത്തരത്തിലേക്ക് 8-10 ലക്ഷം രൂപയോളം മുടക്കി ഈ ഗ്രാമപ്രദേശത്തുള്ള ഒരു സാധാരണക്കാരായ ആളുകൾക്ക് ഗുണം ലഭിക്കുന്നതിന് വേണ്ടി കിട്ടിയിട്ടുള്ള ഒരു ആംബുലൻസ് ഇങ്ങനെ വളരെ മോശമായ അവസ്ഥയിൽ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടേക്കുന്നത് ഈ തുറവൂരിലുള്ള സാധാരണക്കാരായ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഭരണസമിതി ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നത്. എന്തായാലും നമ്മുടെ നിരവധിയായ രോഗികൾ ദിനംപ്രതി കിഡ്നി പേഷ്യൻസ് ഉണ്ട്, ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. അങ്ങനെയുള്ള നിരവധി പേഷ്യൻസുകൾ ദിവസേന എന്നോണം വിവിധ ആശുപത്രികളിലേക്ക് മറ്റ് പ്രൈവറ്റ് ആളുകളുടെ ആംബുലൻസ് വിളിച്ച് നല്ല വാടകയും കൊടുത്താണ് കൊണ്ടുപോകുന്നത്. അപ്പം അത് സാധാരണക്കാർക്ക് ഗുണം ലഭിക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ഒരു ഭരണസമിതിയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണ്. നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടന്നിട്ട് വർഷങ്ങളായി തീരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ പുതുതായി കഴിഞ്ഞ LDF സർക്കാർ ഭരണസമിതി ഇവിടെ പഞ്ചായത്ത് ബിൽഡിംഗ് പണിയാൻ വേണ്ടി 50 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയും അതിൻ്റെ പണി ആരംഭിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചപ്പോൾ UDFന്റെ കോൺഗ്രസിന്റെ മെമ്പർ അതിൻ്റെ ഒരു ഭാരവാഹി തന്നെ കോടതിയിൽ കേസ് കൊടുത്ത് സ്റ്റേ മേടിക്കുകയും ആ നിർമ്മാണ പ്രവർത്തനം അവിടെ മുടങ്ങിക്കിടക്കുകയും ചെയ്യുകയായിരുന്നു. ഈ ഭരണസമിതി വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് പോയപ്പോൾ ഞങ്ങൾ ആരും അതിനെതിരെ നിൽക്കാതെ തന്നെ ആ പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ ഇപ്പോൾ 3 വർഷത്തോളമായി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് നാളിതുവരെയും ഒരു നില പോലും പണിയാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. നിരവധി സമരങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഇട്ടുകൊണ്ട് ചെറിയ നിർമ്മാണ പ്രവർത്തനം ആ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുമ്പിൽ തുടങ്ങിയിട്ടുണ്ട്. മറ്റൊന്നും ഇതുവരെ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ എല്ലാ മേഖലകളിലും ഒരു വളരെ ശോചനീയമായ അവസ്ഥയാണ്. വികസന പ്രവർത്തനങ്ങളിലാണെങ്കിലും സാധാരണക്കാരുടെ ആശുപത്രിയുമായി കേന്ദ്രീകരിച്ചാണെങ്കിൽ ആവശ്യത്തിന് മരുന്നോ മറ്റു കാര്യങ്ങളോ എത്തിക്കുന്ന കാര്യത്തിൽ ആശുപത്രിയുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒന്നും തന്നെ യാതൊരു കാര്യവും പഞ്ചായത്ത് ഭരണസമിതി ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നൂറുകണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ആശുപത്രി ഇന്ന് പലരും ആശ്രയിക്കാതെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിൽക്കുന്നത്. പഞ്ചായത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഭരണസമിതിയല്ല, ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരു പ്രവർത്തനമാണ് പഞ്ചായത്തിൽ നടക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പറയുമ്പോൾ അത് ഞങ്ങൾ പറഞ്ഞാൽ അത് ആരും കേൾക്കാൻ തയ്യാറല്ല എന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണമാണ് തുറവൂരിൽ നടക്കുന്നത്. ഇക്കാര്യത്തിൽ ഭരണകക്ഷിയിലുള്ള ആളുകൾക്കും പുറത്തുള്ള പലർക്കും ഇതിനെ സംബന്ധിച്ച് വ്യാപകമായ ആക്ഷേപവും പ്രതിഷേധവും ഉണ്ട്. ഇവിടെ 2 BJP മെമ്പർമാർ കൂടിയുള്ള ഒരു പഞ്ചായത്താണ്. ആ BJP മെമ്പറും കോൺഗ്രസ് മെമ്പർമാരും സംയുക്തമായി നിന്നാണ് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർക്ക് യാതൊരു പ്രതിഷേധവും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടില്ല. LDFന്റെ നേതൃത്വത്തിൽ നിരവധിയായ സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിപ്പോകുന്നുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കുവാനോ അതിനനുസരിച്ച് ജനങ്ങളോട് സഹകരിക്കാനോ ഈ ഭരണസമിതിക്ക് തയ്യാറാകുന്നില്ല. ഇത് ജനങ്ങൾ ഈ വരുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അത് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇവരുടെ കണ്ണു തുറക്കാൻ ഇനിയും എത്ര കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ള ഒരു ചിന്തയാണ് ഞങ്ങൾക്ക് ഉള്ളത്. ഒരാളെ കൊണ്ടായിരുന്നു എന്നെ പറഞ്ഞേ ഇത്രയും വർഷമായിട്ട് ഇടുകാര്യസ്ഥതയാണ് ഇതിൽ കാണുന്നത്.
ഇതുവരെ നിങ്ങള് പ്രതിപക്ഷം പറഞ്ഞിട്ടും ഒന്നും അതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിന്റെ ഭാഗത്ത് ഇതിന് കാരണം കാണിക്കില്ല. അവരെന്താണ് അഭിപ്രായം പറഞ്ഞത്? എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? സാമ്പത്തികമില്ല എന്ന് പറയുന്നത്, ഡ്രൈവറെ വെക്കാനും അത് കൊടുക്കാനും സാമ്പത്തികം ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ലക്ഷക്കണക്കിന് രൂപ അനാവശ്യമായ പല കാര്യങ്ങൾക്കും ചെലവ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ശരിക്കും ഇതിന്റെ ഡ്രൈവറുടെ പൈസ കൊടുക്കേണ്ടത് പഞ്ചായത്താണ്. പഞ്ചായത്ത് കൊടുക്കണം. പഞ്ചായത്തിന് ഇതിന് നമ്മുടെ HMC ഹോസ്പിറ്റൽ വികസന സമിതി ഉണ്ട്. ആശുപത്രി വികസന സമിതിക്ക് രോഗികളുടെ കയ്യിൽ നിന്ന് ദിവസേന OP ടിക്കറ്റിന് 5 രൂപ വെച്ച് മേടിക്കുന്നത്, 5 രൂപ 10 രൂപ വെച്ച് മേടിക്കുന്നത്. ആ കാശ് ഈ HMC ഫണ്ട് കിടപ്പുണ്ട്. അതും നല്ലൊരു എമൗണ്ട് ഉണ്ട്. അത് കൃത്യമായിട്ട് ചെലവഴിക്കുക, അതെങ്കിലും ഉപയോഗിച്ചെങ്കിലും ഇത് ഫംഗ്ഷൻ നടത്തിക്കാം. സാധുക്കളായ ആളുകൾക്ക് ഉപകരിക്കുന്നല്ലോ. ഇത് ഇടതുപക്ഷ പഞ്ചായത്ത് ഭരണസമിതിയാണ് കൊടുത്തത് എന്നുള്ളത് അതുകൊണ്ടൊരു കാരണം അതാണ് മെയിൻ കാരണം. അവര് കൊടുത്തോണ്ട് തനങ്ങണ്ട, ഇതവിടെ കിടക്കട്ടെ. നമ്മുടെ എല്ലാ പൊതുജനങ്ങളുടെ കാശ് ജനങ്ങൾ പ്രതികരിക്കാനുമില്ല. പ്രതികരിക്കാൻ ആളുകൾ വന്ന് ആശുപത്രി ആയതുകൊണ്ട് ഇവിടെ വന്നൊരു സമരത്തിന് വരാത്തതിന്റെ കാരണം ആശുപത്രിയിലായതുകൊണ്ടാണ്. മറ്റു രോഗികൾക്കും മറ്റുള്ളവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. ജനകീയമായി ഒരു പ്രതിഷേധം അങ്ങനെ ആളുകൾ വരാത്തതിന്റെ ഒരു പല കാരണം. നമ്മളും നോക്കുന്നത് അങ്ങനെയാണ്. ഒരു ആശുപത്രിയാണല്ലോ, അപ്പൊ അങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ വേദിയാക്കി ആശുപത്രികളെ മാറ്റരുത് എന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. തീർച്ചയായിട്ടും അത് മെഡിക്കൽ ഓഫീസർ തയ്യാറാണ്. പഞ്ചായത്ത് ഭരണ എല്ലാം പഞ്ചായത്തിന്റെ കീഴിലുള്ള ആശുപത്രികളെല്ലാം പഞ്ചായത്തിന് ഭരണത്തിന് കീഴിലുള്ള ആശുപത്രിക്കകത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്ത് ഭരണസമിതിയാണ്. അത് പഞ്ചായത്ത് ഭരണസമിതി ചെയ്യാത്തതിന്റെ ഒരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു 2 മാസം മുമ്പ് പഞ്ചായത്തിലെ മുമ്പിൽ ഒരു ജനകീയ കുറ്റവിചാരണ നല്ല ജനകീയ പങ്കാളിത്തത്തോടുകൂടി നമ്മൾ നടത്തി. അപ്പൊ ആ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വസ്തുനിഷ്ഠമായി അവർ നടത്താതെ ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ച് നമ്മൾ പറഞ്ഞു. ഇതുവരെ അവരതിനൊരു മറുപടി നമുക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല. കോടിക്കണക്കിന് നിങ്ങൾക്ക് അന്വേഷിച്ചറിയാൻ പറ്റും. പഞ്ചായത്തിന്റെ വിവരാവകാശ പ്രകാരം കഴിഞ്ഞ 2-3 വർഷക്കാലം ഈ പഞ്ചായത്ത് ഓരോ വർഷം ചെലവഴിച്ച പദ്ധതി വിഹിതത്തിന്റെ കണക്ക് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാം. കോടികളാണ് ലാപ്സായി വരുന്നത്, കോടികൾ. ഈ തുറവൂര് പോലുള്ള ഒരു ഗ്രാമീണ പാവപ്പെട്ട ഒരു പഞ്ചായത്തിനകത്ത് കോടിക്കണക്കിന് ലാപ്സാക്കാന്ന് പറഞ്ഞാൽ ഇത്രയും കെടുകാര്യസ്ഥത ഈ എറണാകുളം ജില്ലയിലെ ഒരു പഞ്ചായത്തിലുള്ള ഇതുപോലെ ഒരു പഞ്ചായത്ത് ഇത്ര കെടുകാര്യസ്ഥതയുള്ള ഒരു പഞ്ചായത്തായിട്ടാണ്. അത് ജനങ്ങൾക്ക് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട്. ഇത് സ്വന്തം താല്പര്യം, സാമ്പത്തികമായ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണെന്നും ജനങ്ങൾക്ക് ജനകോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് ശേഷിയില്ല വിവരം ജനങ്ങൾക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട്. ജനങ്ങൾ നല്ല രീതിയിൽ അത് സംസാരിക്കുകയും അതിനാവശ്യമായ പ്രതികരണവും അടുത്ത നാളുകളിൽ ജനം പ്രതികരിക്കുന്നതായിട്ട് പ്രതികരിക്കണം. ഈ വണ്ടിക്ക് ഇങ്ങനെ അനക്കാണ്ട് 10 ലക്ഷം രൂപയും വെറുതെ കളയുന്നില്ല. ഇവിടെ ഇപ്പൊ ഒരു പാവപ്പെട്ട ആള് മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡി കൊണ്ടുപോകണമെങ്കിൽ 2-3 കിലോമീറ്റർ അകലുള്ള ഒരു ശ്മശാനങ്ങളിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അത് വിളിക്കുന്ന സ്വകാര്യ മേഖല ആശ്രയം. പഞ്ചായത്തിന്റെ പേര് ഒരു ആംബുലൻസ് ഇല്ല. ഒരു പൊതുവായ ഒരു ആംബുലൻസ് സംവിധാനം ഇപ്പൊ ഒരു രോഗിനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം, നമ്മൾ അവര് സ്വകാര്യ ആംബുലൻസിനെ ആശ്രയിക്കുന്ന സ്ഥിതിയിൽ ഈ ആംബുലൻസ് നല്ല രീതിയിൽ ഓടിക്കൊണ്ടാണ് ഈ ആംബുലൻസ് കൊണ്ടുപോകല്ലോ. പഞ്ചായത്തിലെ ജനങ്ങൾക്ക് സൗജന്യമായിട്ട് എങ്കിലും ഇത് എത്തിച്ചു കൊടുത്താൽ ജനങ്ങൾക്ക്, പാവപ്പെട്ട രോഗികൾക്ക് ഉപകാരപ്പെടുമല്ലോ. അതൊന്നും ഈ പഞ്ചായത്ത് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ഒരു നിഷേധാത്മകമായ നിലപാടാണ് മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിയാണ്, ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്നൊരു ധാർഷ്ട്യം ഉണ്ട്. ആ ധാർഷ്ട്യത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ നടക്കുന്നത്. ഓരോന്ന് അതിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്കിപ്പോ ആനപ്പാറ അന്വേഷിച്ചറിയാൻ പറ്റും. ഈ പഞ്ചായത്തിൽ ആനപ്പാറ സബ് സെന്ററിന് വേണ്ടി ഒരു വ്യക്തി 10 സെന്റ് സൗജന്യമായിട്ട് കൊടുത്തു. ആ സ്ഥലം 10 സെന്റ് സൗജന്യമായിട്ട് കൊടുത്ത ഭൂമിയിൽ 35 ലക്ഷം രൂപയുടെ സബ് സെന്റർ പണിയാൻ വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഈ സ്ഥലത്തേക്ക് വാഹനം പോകണമെങ്കിൽ, അത് സഞ്ചാരയോഗ്യമാകണമെങ്കിൽ 50 ലക്ഷം രൂപ വേണം. അങ്ങനത്തെ ഒരു പാലക്കാടാണ്. ആ കൊടുത്ത വ്യക്തിക്ക് ഏക്കറിന് ഭൂമിയുണ്ട്. ആ ഭൂമിയിലേക്ക് സർക്കാർ ചെലവിലേക്ക് ഒരു റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ മറ്റു നല്ല വില കിട്ടും. അതിന്റെ പേരില് ചില്ലറ ബാർഗൈൻ ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ പണം ചെയ്തത്. പക്ഷെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു ഇത്ര ലക്ഷം രൂപ വരെ, അതുകൊണ്ട് അതങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നത്. അനുവദിച്ച തുക വഴിക്ക് വേണ്ടി പിന്നെയും വേറെ മുടക്കണം. അപ്പൊ അത്തരത്തിലുള്ള തട്ടിപ്പിന്റെ ഒരു കേന്ദ്രമായിട്ട് മാറിയേക്കാണ്. അത് ജനങ്ങൾക്ക് ബോധ്യം. അത് ഇതിപ്പോ ഞാനീ പറഞ്ഞത് വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യമല്ല, വസ്തുതകൾ സത്യസന്ധമായ കാര്യമാണ്. ആനപ്പാറ അന്വേഷിച്ചറിയാം. ആനപ്പാറ പള്ളിയുടെ മുമ്പിലാണ് ഈ പറയുന്ന സ്ഥലം. ഒരു പാറപ്പുറം പോലെയുള്ള സ്ഥലത്താണ് ഇത് വെച്ചത്. അവരെ വെച്ചു. എന്നാൽ ഏറ്റവും നല്ലൊരു സ്ഥലം പാലക്കാട് പ്രദേശത്ത് 5 സെന്റ് സ്ഥലം നല്ല നിരപ്പായ ഭൂമി ഒരു പാർട്ടി സൗജന്യമായിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ ഭൂമി മേടിക്കാൻ പോയത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു നിരുത്തരവാദപരമായ ഒരു മാറ്റമാണ്. നേരത്തെ പറഞ്ഞു വില്ലേജ് ഓഫീസ്
ഒരു സ്മാർട്ട് വില്ലേജ് ഗ്രാമത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം ചെറുതല്ല. ആ സ്മാർട്ട് വില്ലേജ് കൊണ്ടുവരുന്നതിന് തടസ്സം നിന്നത് ഈ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും. ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, സ്ഥലം MLA കോൺഗ്രസുമാണ്. എന്നാൽ MLA പടമൊക്കെ വെച്ച് റവന്യൂ വകുപ്പ് മന്ത്രിയുടെയും MLAയുടെയും പടം വെച്ച് ഈ പഞ്ചായത്തിലുടനീളം ബോർഡ് വെച്ചു തുറവൂര് സ്മാർട്ട് വില്ലേജ് അനുവദിച്ച MLAക്ക് അഭിവാദ്യങ്ങൾ. പക്ഷെ ഇതുവരെയും പണി തുടങ്ങിയിട്ടില്ല. സംഭവം അന്വേഷിച്ചപ്പോ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്ത് തർക്കമാണ്. എന്നാൽ ഈ തർക്കം പരിഹരിച്ച് തന്റെ മണ്ഡലത്തിൽ നല്ലൊരു സ്മാർട്ട് വില്ലേജ് വേണം എന്നൊരു ചിന്ത MLAക്ക് ഉണ്ടാവണ്ടേ? MLAക്കും ഇല്ല. MLA ആണെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു പ്രാപ്തിയോ ഒരു കഴിവോ ഇല്ലാത്ത ഒരു MLA ആണ്. വെറുതെ ഇങ്ങനെ ഒരു ജാറ കളിച്ച് നടക്കുന്നതല്ലാണ്ട് ഒരു പദ്ധതി കൊണ്ടുവരാനോ ആ പദ്ധതി കൊണ്ടുവരുന്ന പദ്ധതി ഫോളോ അപ്പ് ചെയ്ത് പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ ഒരു നിലപാടും ഈ MLAക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല. നിങ്ങളിപ്പോ നോക്കിയാൽ അങ്കമാലി മഞ്ഞപ്പുറം റോഡ് കേന്ദ്ര റോഡ് ഫണ്ട്, സെൻട്രൽ റോഡ് ഫണ്ട് ഉപയോഗിച്ച് ഇന്നസെന്റ് MP അനുവദിച്ച 14 കോടി രൂപ പണി പൂർത്തീകരിച്ചു. കാല നിർമ്മാണം ഇതുവരെയും പൂർത്തീകരിച്ചിട്ടുള്ള വർഷങ്ങളായി, ഓരോ സ്ഥലത്ത് കുറച്ച്. എന്നാൽ തന്റെ മണ്ഡലത്തിൽ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നാൽ ആ പ്രോജക്റ്റ് കൃത്യമായി അതിന്റെ ആദ്യാവസാനം വരെ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായി മേൽനോട്ടം വഹിക്കേണ്ട MLAക്ക് ഇതിനൊന്നും നേരമില്ല. സർക്കാരിനെയും മുഖ്യമന്ത്രിയും തെറി പറയാൻ വേണ്ടി മാത്രം നാവെടുക്കുന്ന MLA ചെയ്യേണ്ടത് തന്റെ ഉത്തരവാദിത്വം തന്റെ മണ്ഡലത്തിൽ സർക്കാരിന്റെ വിവിധ ഫണ്ടുകൾ യഥാസമയം കൃത്യമായി പൂർത്തീകരിക്കുന്ന ഒരു ദൗത്യമാണ് MLA ചെയ്യേണ്ടത്. ആ ദൗത്യം MLA ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് അങ്കമാലി മണ്ഡലത്തിലെ ആളുകൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ MLAക്ക് ഒരു പദ്ധതി കൊണ്ടുവരാൻ ശേഷിയുള്ള ഒരു MLA അല്ലെന്നും ഇങ്ങനെ ഒരു സെൽഫി എടുത്ത് ആളുകളുടെ മുമ്പാകെ ഇങ്ങനെ നടന്നു പോകുന്നതല്ലാതെ വേറെ ഒരു കാര്യവും MLA ചെയ്യുന്നില്ല. അതും നമുക്കറിയാം. നമ്മളിപ്പോ കഴിഞ്ഞ മുൻകാലങ്ങളിലെ MLAയും ഈ 10 വർഷം തികയുന്ന ഈ MLAയുടെ പ്രവർത്തനങ്ങൾ ഒന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്കമാലി മണ്ഡലത്തിൽ ഈ 10 വർഷമായിട്ട് ഈ MLA ഏതെങ്കിലും നല്ലൊരു വികസന പദ്ധതി നേരിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഉത്തരം പറയണം. ഏതെങ്കിലും ഒരു പദ്ധതി MLAയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന് പൂർത്തീകരിച്ചിട്ടുണ്ടോ? പൂർത്തീകരിച്ചിട്ടില്ല. ഒന്നും പൂർത്തീകരിക്കാനും പറ്റിയിട്ടില്ല, ആരംഭിക്കാനും വന്നിട്ടില്ല. എന്നാൽ മുൻ MLAമാർ ഇപ്പൊ ജോസ് തെറ്റേലായിരുന്നാലും ഇതിനു മുമ്പ് AP കുര്യൻ ആയിരുന്നപ്പോഴൊക്കെ ഈ അങ്കമാലി നടത്തുന്ന വികസനങ്ങളൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു ചെറുപ്പക്കാരനല്ലേ. ആ ചെറുപ്പക്കാരന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, അതൊന്നും ചെയ്യാതെ പോകുന്നു. എന്താണ് ജനങ്ങൾ അതിനെ സംബന്ധിച്ചൊക്കെ വർത്തമാനം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ വളരെ ഈസിയായിട്ട് ജയിക്കുമെന്ന ഒരു ധിക്കാരമായ ഒരു മനോഭാവമാണ് MLA ഈ രീതിയിലേക്ക് കോൺഗ്രസിനകത്ത് തന്നെ പ്രബലമായ വിഭാഗം MLAയുടെ സമീപനത്തിനെതിരെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പരസ്യമായി രംഗത്ത് വരുന്നില്ലെന്നുള്ളൂ. നല്ലൊരു പ്രബലമായ വിഭാഗം ഈ MLAക്ക് യാതൊരുവിധ കഴിവുമില്ല എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനവും ഈ പരിസര പ്രദേശങ്ങളുടെ പ്രവർത്തനവും എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ 3-4 വർഷമായിട്ട് കൊണ്ടുവന്ന ITI ഒരു പഞ്ചായത്തിനകത്ത് അല്ലെങ്കിൽ തന്റെ മണ്ഡലത്തിനകത്ത് വന്ന ഒരു ITI എന്ന സ്ഥാപനം നന്നായി നിലനിർത്തി കൊണ്ടുപോകുന്നതിന് താല്പര്യം കാണിക്കണ്ടേ? താല്പര്യം കാണിക്കുന്നില്ല. അവിടെ വട്ടപ്പറമ്പ് പ്രദേശത്ത് ഏതാണ്ട് 3.25 ഏക്കർ ഭൂമി പുറമ്പോക്ക് ഭൂമിയായി കിടപ്പുണ്ട്. ആ പുറമ്പോക്ക് ഭൂമി കണ്ടെത്തി ഹൈക്കോടതി വിധി ഉണ്ടായി സർക്കാരിനെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പൊ സുപ്രീം കോടതി വേറെ എവിടെ കേസ് വേണ്ടി MLA അവരുടെ കൂടെ, ഭൂമി ഉടമയുടെ കൂടെ, ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആളുടെ കൂടെ MLA നിൽക്കുന്നത്. അത് വീണ്ടെടുക്കുന്നതിന് ആവശ്യമായ ഒരു പണി MLA ചെയ്യുന്നില്ല. അങ്ങനെ വന്നാൽ നല്ലൊരു ഒരു സംശയം തന്നെ നമുക്ക് ഈ കുമ്പ്ര പഞ്ചായത്ത് കൊണ്ടുവന്നാൽ ഈ അങ്കമാലി മണ്ഡലത്തിലുണ്ടാകുന്ന നേട്ടം ചെറുതൊന്നുമല്ല. അതൊന്നും നോക്കാനോ ശ്രദ്ധിക്കാനോ MLAക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൊണ്ട് MLA സ്വന്തമായി കൊണ്ടുവന്ന ഈ 10 വർഷം കൊണ്ട് കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നമ്മുടെ അങ്കമാലി മണ്ഡലത്തിൽ ജനങ്ങളുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സമ്മതിക്കാം. 250 കോടി കൊല്ലങ്ങളായി, എത്ര വർഷമായി. അങ്കമാലിലാണെങ്കിൽ തിങ്ങി ഞെരുങ്ങി ജനം ശ്വാസം മുട്ടാണ്. അങ്കമാലി MC റോഡ് കൂടി പോകേണ്ട പല റോഡുകളും ഇവിടെ കുറുപ്പമ്പടി വഴി, മലയാറ്റൂർ വഴി, തുറവൂർ കൂടി വന്നുകൊണ്ട് തുറവൂരും ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ രൂക്ഷമാണ്. ഈ അനുവദിച്ച ഫണ്ട് എന്താ ചെയ്യണ്ടെന്ന് പോലും ഒരു MLAക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താ? ഫണ്ടിലായി ആണെങ്കിൽ അത് പറയാം. ഫണ്ട് അനുവദിച്ചെടുക്കുന്നതാണ്. ആ അനുവദിച്ച ഫണ്ട് അത് ഉപയോഗപ്പെടുത്താൻ പോലും പറ്റിയിട്ടില്ല. ഇതാണ് അങ്കമാലി MLAയുടെ സ്ഥിതി.